കുട്ടീസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ചാപ്റ്ററിൽ നമ്മൾ എപ്പോഴും കൺഫ്യൂസ് ചെയ്യുന്ന ജീൻ മാപ്പിംഗ്, ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ കൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഒരു ബെഞ്ചിലിരിക്കുന്ന കുട്ടികളാണ് ജീനുകളെന്ന് ആലോചിക്കാം. സോ ഒരു ബെഞ്ചാണ് നമ്മുടെ ക്രോമസോം. അതിൽ 3 കുട്ടികളുണ്ട്, എയും ബിയും സിയും. ഇതിൽ എക്ക് ആരടുത്തായിരിക്കും എളുപ്പം കൂട്ടുകൂടാൻ പറ്റുക? തൊട്ടടുത്തിരിക്കുന്ന ബിയോട്. അപ്പം നമുക്ക് പറയാം, ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അസോസിയേഷൻ ബിറ്റ്വീൻ 2 ജീൻസ് ആണ്, വിച്ച് ഇസ് മോർ വെൻ ദ ജീൻസ് ആർ ക്ലോസ് ടു വൺ അനദർ. അഥവാ ഡിസ്റ്റൻസ് കൂടുന്തോറും ലിങ്കേജ് കുറയുന്നു. ലിങ്കേജ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് എയും ബിയും കമ്പയർഡ് ടു എ ആൻഡ് സി ആണ്. അതനുസരിച്ച് നമുക്ക് പറയാം ലിങ്കേജ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. അപ്പോൾ ഈ മൂന്നാമത്തെ സി എന്ന് പറയുന്നവൻ്റെ അടുത്ത് എ കൂട്ടുകൂടാത്തതുകൊണ്ട് തന്നെ അവൻ വേറെ ആരെങ്കിലും കൂടെ കൂട്ടുകൂടും. ഇതിനെയാണ് നമ്മൾ റീകോമ്പിനേഷൻ എന്ന് പറയുക. ദേ ക്യാൻ ഫോം നോൺ പാരന്റൽ പ്രോജനി, മറ്റുള്ള ജീൻസുമായിട്ട് ക്രോസ് ഓവർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് പറയാം ഡിസ്റ്റൻസ് കൂടുന്തോറും ലിങ്കേജ് കുറഞ്ഞു, അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള റീകോമ്പിനേഷൻ കൂടി. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ റീകോമ്പിനേഷൻ കാണിക്കുന്ന ആരായിരിക്കും? എ സി ആയിരിക്കും കൂടുതൽ റീകോമ്പിനേഷൻ കാണിക്കുക വെൻ കമ്പയർഡ് ടു എ ആൻഡ് ബി. ആൻഡ് ഇവിടെ നമ്മളൊരു കുഞ്ഞു ടേമും കൂടെ ഇതിൻ്റെ കൂടെ പറയുകയാണ്. റീകോമ്പിനേഷൻ നമ്മൾ വിളിക്കുന്ന മറ്റൊരു ടേമാണ് ക്രോസിംഗ് ഓവർ. അതുപോലെ തന്നെ ഇതുവഴി ഉണ്ടാവുന്ന കുട്ടികളെ വിളിക്കുന്ന പേരാണ് നോൺ പാരന്റൽ പ്രോജനി, പാരന്റിനെ പോലെ അല്ലാത്ത കുട്ടികൾ. ഇനി ഈ വാക്കുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കിതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഇതിന്ന് സ്ഥിരമായി ചോദിക്കുന്ന ജീൻ മാപ്പിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് 3 ജീനുകളാണ് തന്നിട്ടുള്ളത്, എ ബി സി. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ 2 ജീനിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് തരുമ്പോൾ ഏറ്റവും ഡിസ്റ്റൻസ് കൂടുതലുള്ള ജീനുകളെ നിങ്ങളുടെ ക്രോമസോമിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ക്രോമസോം വരച്ചു. ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഇവിടെ തന്നിരിക്കുന്ന സിക്കും എക്കും ഇടയ്ക്കാണ് അല്ലേ. അപ്പോൾ ഞാൻ മക്കളെ എഴുതി, ഇവിടെ സി, ഇവിടെ എ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 ആണ്. ഇനി രണ്ടാമത് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് കാണിക്കുന്ന ഏതിനിടയ്ക്കാണ്? എക്കും ബിക്കും ഇടയ്ക്കാണ്. അപ്പോൾ എ, അതിൻ്റെ ഇടയ്ക്കായിട്ട് ബി വരണം. ഇതിനിടയിലാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്? 7 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ബിക്കും സിക്കും ഇടയ്ക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് 3 യൂണിറ്റ്സ് ആണ്. ഇവരെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. നമുക്ക് എഴുതാം സി ബി എ, അല്ലെങ്കിൽ തിരിച്ചും വായിക്കാം എ ബി സി. ഓപ്ഷൻ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പോകും, കാരണം ഇവിടെ നമുക്ക് സി ബി എന്നൊരു ഓപ്ഷൻ ഇല്ല. പക്ഷേ തിരിച്ചും വായിക്കാം എ ബി സി. സോ ദ ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. ഇനി നമ്മൾ ഇതേ ഒരു പാർട്ടിലെ ഒരു കുഞ്ഞ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ചെക്ക് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പോസ് ചെയ്തതിൻ്റെ ആൻസറിലേക്ക് ഒന്ന് എത്തിയേ. റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്.